ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ DIYs ആണ്. എന്നാൽ നമുക്ക് ആദ്യം തന്നെ നെയിം സ്ലിപ്പ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രഷ് പെൻ വെച്ചിട്ടാണ് നെയിം സ്ലിപ്പ് ചെയ്യണത്. കുറച്ച് സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു A4 പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ നെയിം സ്ലിപ്പിന് എത്ര വീതിയും ലെങ്ത്തും അതൊക്കെ ഒന്ന് വേണമെന്ന് സെറ്റാക്കി വെച്ചിട്ടൊന്ന് വരച്ച് വെക്കാം കേട്ടോ. ആ കോളങ്ങൾ ഇങ്ങനെ വരച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്രഷ് പെന്ന് വെച്ചിട്ട് ഇഷ്ടമുള്ള പാറ്റേൺ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാക്ക് പോലെ വരച്ചിട്ടും ഉള്ളിൽ കളർ കൊടുത്തിട്ടും അങ്ങനെ പല പല പാറ്റേൺസ് ആക്കി വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ പാറ്റേൺ വേണമെങ്കിലും ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നെയിം സ്ലിപ്പ് പകുതി റെഡിയാവും. അതിന് ശേഷം നമ്മുടെ റോൾ നമ്പർ, നെയിം, സബ്ജക്റ്റ് ഇതൊക്കെ എല്ലാത്തിലും എഴുതി കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ നെയിം സ്ലിപ്പ് സെറ്റാവും. ഇനി ആവശ്യമുള്ള സമയത്ത് വെട്ടുക, എടുത്തൊട്ടിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇന്ന് അടുത്തേക്ക് കിടന്നാലോ. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മെമ്മോ പാഡാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ടു ഡു ലിസ്റ്റ് എഴുതാനും നമ്മുടെ ഹോംവർക്കൊന്നും മറന്നു പോകാതിരിക്കാനൊക്കെ ഇതിൽ നോട്ട് ചെയ്ത് വെക്കാം. സ്കൂളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹോംവർക്കൊക്കെ ടീച്ചർ പറയുമ്പോൾ ആ സമയത്ത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ അത് ഓർമ്മ കിട്ടും കേട്ടോ. ഇപ്പോൾ ടു ഡു ലിസ്റ്റായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെമ്മോ പാഡാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ആദ്യം കുറച്ച് A4 നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഗ്രിഡ് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഒരു മെമ്മോ ഷീറ്റിന് എത്ര നീളം വേണമെന്നൊക്കെ നോക്കിയിട്ട് അതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ബ്രഷ് പെന്ന് വെച്ചിട്ട് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ബബിൾ പോലെ ചെറിയ ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഷീറ്റും ഓരോ കളർ വെച്ചിട്ടാണ് അടിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രഷ് പെന്നിലുള്ള എല്ലാ കളറും നമ്മൾ ഓരോ ഷീറ്റിലായിട്ട് സൈഡിൽ കൂടെ അങ്ങനെ അടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ എല്ലാതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരേപോലെ വയ്ക്കണം കേട്ടോ. അവിടെ ഒന്ന് പശ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് പശയുടെ ദിശ മാറിപ്പോയതാണ്. കയ്യിലെടുത്തൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി പശ നന്നായിട്ട് ഒട്ടിച്ചിട്ട് ഉണക്കാൻ വെക്കണം. ആ സമയം കൊണ്ട് ഒരു കുട്ടി കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ട് അതൊന്ന് വൈറ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ട് നമ്മുടെ നേരത്തെ ഉണങ്ങാൻ വെച്ച അതുണ്ടല്ലോ ആ പേപ്പേഴ്സ് നമുക്കൊന്ന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പശ വെച്ചിട്ട്. ഇനി നമ്മൾ ആ സൈഡിൽ ഗ്യാപ്പുള്ളടുത്ത് മെമ്മോ പാഡെന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെമ്മോ പാഡിൻ്റെ കഴിഞ്ഞു. ഇന്ന് അടുത്തത് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പേപ്പർ ഫയൽ ഉണ്ടാക്കാം കേട്ടോ. പേപ്പർ ഫയൽ ഉണ്ടാക്കാനായിട്ട് ഒരു A4 പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. ഇനി A4 കളർ പേപ്പറും ഒട്ടിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മടക്കിയിട്ടും ഒക്കെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ ഇൻപെർഫെക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നേരെ ഒട്ടിച്ചു കൊടുക്കാം. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടും പശ വെച്ചിട്ടും സെല്ലോ ടാപ്പ് വെച്ചിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പശ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫയലിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ പുറത്ത് ചാടാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ലോക്ക് പോലെ വയ്ക്കില്ലേ ഫയലിൽ, അതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു A4 പേപ്പർ എടുത്തിട്ട് നമുക്ക് ഈ ഫയലിൻ്റെ ആ ഭാഗത്തുള്ള ഷേപ്പ് പോലെയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് അതിൽ ചെറിയൊരു ഗ്രിഡ് പാറ്റേൺ വരച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് സാധാ പോലെ ആക്കാം, അവിടെ കളർ പേപ്പർ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ഗ്രിഡ് പാറ്റേൺ വരുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മാച്ചായിട്ട് വയലറ്റ് ബ്രഷ് പെൻ വെച്ചിട്ടാട്ടോ ഗ്രിഡ് ലൈൻ വരച്ചു കൊടുക്കുന്നത്. അത് സിമ്പിളായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ ആദ്യം തന്നെ കുറച്ച് ഭാഗം ബാലൻസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫയലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി അത് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് ഡബിൾ സൈഡ് ടാപ്പാണ് എടുക്കുന്നത്. ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടുന്ന സ്ഥലത്ത് ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പേജിന് ആ ഭാഗത്ത് കേടുണ്ടാവില്ല. ഇനി ഫയൽ റെഡി ആയിട്ടുണ്ട്. ഒരു നെയിൽ സ്ലിപ്പും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫയൽ റെഡി ആവും കേട്ടോ. പിന്നെ എന്താണെന്ന് കാണണ്ടേ. അടുത്തത് പേപ്പർ പൗച്ചാണ്. പേപ്പർ പൗച്ചാണെന്ന് വെച്ചിട്ട് നമുക്ക് പെന്നും പെൻസിലും ഇട്ട് വയ്ക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ബസ് കാർഡ്, ലൈബ്രറി കാർഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൗച്ചാണ്. അപ്പോൾ ഞാനിവിടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് പൗച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെ ഉണ്ടാക്കാം. ഞാനൊരു പിങ്ക് തീമിലാണ് പൗച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അവസാനം നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് ഒരു ഡബിൾ സൈഡ് ടാപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗേളിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജേണൽ കിറ്റിൽ തന്നെയുള്ളൊരു സാധനമാണ് ഈ സ്ട്രിപ്പ്, അതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടാട്ടോ നമ്മുടെ ഈ പൗച്ച് ക്യൂട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വർക്കൊക്കെ ചെയ്യാം. ഞാൻ ഇപ്പോൾ അത്രേ ചെയ്യുന്നുള്ളൂ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ പൗച്ച് റെഡിയാവും. അപ്പോൾ അതാണ് നമ്മുടെ പേപ്പർ പൗച്ച് അല്ലെങ്കിൽ പേപ്പർ പേഴ്സ്. അപ്പോൾ പേപ്പർ പൗച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ DIYസിൻ്റെ അവസാനത്തെ ഐറ്റം, ടൈം ടേബിൾ കാർഡ്.
അപ്പോൾ എല്ലാവരും റഫിൻ്റെ ബാക്കിൽ ടൈം ടേബിളൊക്കെ എഴുതുന്നവരായിരിക്കും. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇതൊക്കെ പരീക്ഷിച്ച് നോക്ക്. ക്ലാസ്സിൽ ഷോ കട്ടനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ പ്രാവശ്യം കുറച്ച് വെറൈറ്റിക്ക് ക്ലൗഡ് തീം പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു നീല പേപ്പർ എടുത്തിട്ട് ക്ലൗഡൊന്ന് വെട്ടിയെടുക്കാം. എന്നിട്ട് അടുത്ത വേറൊരു പേപ്പർ എടുത്തിട്ട് ടൈം ടേബിൾ എഴുതാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു വൈറ്റ് പേപ്പറാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ കൊടുക്കാം. എന്നിട്ട് അതിൽ ടൈം ടേബിൾ നിങ്ങൾക്ക് വരച്ച് കൊടുക്കാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ എഴുതിയിട്ട് എത്ര പീരീഡ് ഉണ്ടാവോ അതും കൂടി എഴുതി കൊടുക്കാം. സാധാരണ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ 7 പീരീഡാണ് ഉണ്ടായിരുന്നത്. ഇനി എങ്ങാനും കൂടുക വിചാരിച്ചിട്ട് പ്രാവശ്യം ഞാൻ 8 കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടെങ്കിൽ അത് നമുക്ക് വെട്ടിക്കളയാലോ. ഇനി ജസ്റ്റ് ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കാനായിട്ട് കുറച്ച് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്ലൗഡിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് നമ്മുടെ ടൈം ടേബിൾ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ടൈം ടേബിൾ എഴുതി തരുമ്പോൾ ഇതിക്ക് എഴുതി കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ചും കൂടി കട്ടി വേണ്ടേ, അപ്പോൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മുടെ ഈ ക്ലൗഡ് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ടേബിൾ നല്ല കട്ടിയിൽ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടി ക്യൂട്ടാക്കാനായിട്ട് കണ്ണൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. കണ്ണും വായും മൂക്കും ഒക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ബോവും കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഉദ്ദേശിച്ച ലുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. ക്യൂട്ട് ടൈം ടേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഐറ്റം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുള്ളി നമ്മൾ ഇത്ര സാധനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.